നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കരുത്തു കാണിക്കാൻ CPM-ലെ PK ശശി അനുകൂല വിഭാഗം. മണ്ണാർക്കാട് നഗരസഭയിലും 4 പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഡിവിഷനുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബുധനാഴ്ച. ചെർപ്പശ്ശേരി നഗരസഭയിൽ കൂടുതൽ കരുത്തോടെ അധികാരത്തിലെത്തുമെന്ന UDF നേതാക്കൾ. UDF തുടങ്ങിവച്ച വികസനമല്ലാതെ നഗരസഭയിൽ പുതുതായി ഒന്നും നടപ്പാക്കാൻ LDF-നായില്ല. നഗരസഭാ ഭരണത്തിനെതിരെ CPM-നുള്ളിൽ തന്നെ അസംതൃപ്തരെന്നും നേതാക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഘടകകക്ഷിയായ RSP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ മത്സരിക്കും. ഒറ്റപ്പാലം നഗരസഭയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. പട്ടാമ്പി നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. 25 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അനങ്ങനടി പഞ്ചായത്തിൽ LDF സീറ്റ് വിഭജന ചർച്ചകൾ പരാജയം. CPI ഒറ്റയ്ക്ക് മത്സരിക്കും. സ്വാധീനമുള്ള 2 വാർഡുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. വിശദമായ വാർത്തകൾ നോക്കാം. കരുത്ത് തെളിയിക്കാൻ കച്ചകെട്ടി PK ശശി അനുകൂല അസംതൃപ്തർ. മണ്ണാർക്കാട് നഗരസഭയിലും 4 പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്കുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. സ്ഥാനാർത്ഥികളെ ബുധനാഴ്ച പ്രഖ്യാപിക്കും. മണ്ണാർക്കാട് നഗരസഭ, അലനല്ലൂർ, കോട്ടോപ്പാടം, കാരാകുറിശി, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലേക്കും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ CPM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഡിവിഷനുകളിലേക്കുമാണ് സ്ഥാനാർത്ഥികൾ തയ്യാറെടുക്കുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് തിരുവിഴാംകുന്ന് ഡിവിഷനിൽ SFI മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന K ഷാനിഫാണ് സ്ഥാനാർത്ഥി. ഷാനിഫിന്റെ പോസ്റ്ററുകൾ ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങി. ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ കാരാകുറിശി ഡിവിഷനിലും സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ 10 പേരുടെ പേര് മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി. കുളിർമുണ്ട, ഉഭയമാർഗം, വടക്കുമണ്ണം, നടമാളിക, ആൽത്തറ, പാറപ്പുറം, കാഞ്ഞിരം, പെരുമ്പടാരി, നമ്പ്യാംകുന്ന് വാർഡുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. മണ്ണാർക്കാട് ടൗൺ ബ്രാഞ്ച് മുൻ സെക്രട്ടറി KP അഷ്റഫ്, മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബാലമുകുന്ദൻ, ബബിത, ഹരിപ്രസാദ്, ദാസൻ തുടങ്ങിയവരുടെ പേരുകളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറിയുടെ വാർഡിലും തൊട്ടടുത്ത വാർഡിലും അസംതൃപ്തർക്ക് സ്ഥാനാർത്ഥികളില്ല. കാഞ്ഞിരപ്പുഴയിൽ 3 പേരാണ് മത്സരരംഗത്തുള്ളത്. പള്ളിപ്പടി വാർഡിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി അരുണോലിക്കൽ മത്സരിക്കും. കാരാകുറിശിയിൽ 5 വാർഡുകളാണ് അസംതൃപ്തർ നോട്ടമിട്ടിരിക്കുന്നത്. പൊന്തിയാമ്പുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ DYFI നേതാവും ഉൾപ്പെടെയുള്ളവർ കാരാകുറിശിയിൽ മത്സരരംഗത്തുണ്ടാവുമെന്നാണ് അറിയുന്നത്. കോട്ടോപ്പണം പഞ്ചായത്തിലെ 5 വാർഡുകളിലാണ് അസംതൃപ്തർ മത്സരിക്കുന്നത്. കണ്ടമംഗലം വാർഡിൽ മൊയ്തീൻകുട്ടി, കോട്ടോപ്പാടം ഈസ്റ്റിൽ റഷീദ്, പത്തങ്ങത്ത് രജനി, തെയ്യോട്ടുചിറയിൽ ആയിഷ എന്നിവരാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. ചെർപ്പശ്ശേരി നഗരസഭയിൽ കൂടുതൽ ശക്തിയോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് നേതാക്കൾ. UDF ഭരണകാലത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ ഒന്നും നഗരസഭയിൽ നടപ്പാക്കാൻ കഴിഞ്ഞ 5 വർഷം ഇടതു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെർപ്പശ്ശേരിയിലെ CPM-നും നഗരസഭാ ഭരണസമിതിക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. ചെർപ്പശ്ശേരിയെ നഗരസഭയായി ഉയർത്തിയത് തന്നെ UDF-ന്റെ നേട്ടമാണ്. UDF ഭരണകാലത്ത് തുടങ്ങിവെച്ച വികസനമല്ലാതെ ഒന്നും അവകാശപ്പെടാൻ LDF-നില്ല. പുതിയ നഗരസഭ എന്ന നിലയിൽ പല ബാലാരിഷ്ടതകളും ഉണ്ടായിട്ടും ആദ്യ 5 വർഷം പക്ഷപാതമില്ലാത്ത വികസനമാണ് നടപ്പാക്കിയത്. നഗരവികസനവും സമഗ്ര കുടിവെള്ള പദ്ധതിയും ഉൾപ്പെടെ UDF ഭരണകാലത്ത് തുടങ്ങിവെച്ചതാണ്. എന്നാൽ ചില കാരണങ്ങളാൽ കഴിഞ്ഞ തവണ UDF-ന് ഭരണം നഷ്ടമായി. ഇത്തവണ കൂടുതൽ ശക്തിയോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തും. അഴിമതിയുടെ കൂത്തരങ്ങാണ് കഴിഞ്ഞ 5 വർഷം ഇടതു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നതെന്നും CPM-ന്റെ ഉള്ളിൽ തന്നെ നഗരസഭാ ഭരണത്തിനെതിരെ കടുത്ത എതിർപ്പുള്ളവർ ഉണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണി വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കാലത്ത് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ ലഭിച്ചവരും അല്ലാത്തവരും ഞങ്ങളെ കൃത്യമായ മാനേജ്മെൻറ്റും ധനകാര്യ മാനേജ്മെൻറ്റും അത് കൃത്യമായ ഒരു മോണിറ്ററിംഗ് നടത്തിയതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല നഗരസഭകളിൽ ഈ 87 നഗരസഭകളിൽ 4ാം സ്ഥാനത്തും ജില്ലയിൽ ഒരു പ്രഥമ ബാലാരിഷ്ടതകൾ പിന്നിട്ടിട്ടില്ലാത്ത ഒരു നഗരസഭ ആയിട്ട് പോലും ജില്ലയിൽ 1ാം സ്ഥാനത്തും നമ്മൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു മെച്ചം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്
എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അധികാരത്തിലേറ്റുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സമ്പൂർണ്ണ ഭവന പദ്ധതി, ഞങ്ങൾ തുടങ്ങി വെച്ച സമ്പൂർണ്ണ ഭവന പദ്ധതി പുനരാരംഭിക്കുകയും വീടില്ലാത്ത ആളുകൾക്ക്, എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾ 5 കൊല്ലത്തിനകത്ത് വീടുകൾ കൊടുക്കുന്നതിന് ഊന്നൽ നൽകുന്ന ഒരു പ്രകടന പത്രിക അതിൻ്റെ പ്രകടന പത്രിക കമ്മിറ്റി UDF ഉണ്ടാക്കും, അത് പുറത്തു വെക്കും. പക്ഷെ അതിലൊരു പ്രധാനമായൊരു ഇനം ഈ ഭവന പദ്ധതിക്കായിരിക്കും. അപ്രമാദിത്വത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ സമര പോരാളിയായി നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രധാനി സഖാവ് PM ആണ്. രാഷ്ട്രീയമായിട്ട് ഞാൻ അദ്ദേഹത്തെ അഭിപ്രായം വ്യത്യാസമുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കണില്ല, അത് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനിത് കോൺഗ്രസ്സുകാരനാണ്. ആ വ്യത്യാസം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. വേറെ എന്തൊക്കെ സൗഹൃദങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും. ഞാൻ എല്ലാ നേതാക്കന്മാരായിട്ടുണ്ട് CPM-ലെ, അത് വേറെ വിഷയം. പക്ഷെ ഇങ്ങനത്തെ ഒരാൾ CPM-ന് നേതൃത്വം കൊടുക്കാത്തത് ഞങ്ങൾ ഉന്നയിക്കുന്ന, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട, സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ട CPM-ന്റെ ഈ കൂട്ട് കച്ചവടത്തിനെതിരായിട്ടുള്ള പോരാട്ടം ആ പാർട്ടിക്കകത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും ഇതിൽ ബന്ധപ്പെടാത്തതും. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് CPM-ന്റെ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് അക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വികസനം ഇവിടെ സൂചിപ്പിച്ചു, 4 പാത എന്നപ്പോ ചെർപ്പശ്ശേരി നഗരസഭയുടെ കീഴിൽ പോകാട് പഞ്ചായത്തും കടപ്പഴിപ്പുറം പഞ്ചായത്തും വെള്ളിനരി പഞ്ചായത്തും ഒക്കെ വന്നത്. അല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ 10 പഞ്ചായത്ത് നഗരസഭയിൽ. ചെർപ്പശ്ശേരി നഗരസഭയുടെ അതിർത്തിയൊക്കെ എനിക്കറിയാം, 33 വാർഡ് അറിയാം. അതിൽ കൊണ്ടുവരും പിന്നെ കടപ്പഴിപ്പുറം വഴി വന്നിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചെർപ്പശ്ശേരി നഗരസഭയുടെ പങ്കെന്നത്. പുതുമുഖങ്ങളും പരിചയസമ്പന്നരും ഉൾപ്പെട്ടതാണ് UDF സ്ഥാനാർത്ഥി പട്ടിക. 8ാം വാർഡ് അമ്പലവട്ടത്ത് കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമാണ് KM ഇസ്ഹാഖ് സ്ഥാനാർത്ഥിയായത്. CGK ഉണ്ണി സ്ഥാനാർത്ഥിയാകാൻ താൽപ്പര്യം അറിയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പേരുടെ പിന്തുണ KM ഇസ്ഹാഖിനാണ് ലഭിച്ചത്. വാർഡിൽ ആര് റിബലായി മത്സരിച്ചാലും UDF-നെ ബാധിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. 8ാം വാർഡിന്റെ കാര്യം, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി നട്ടല്ലേ, ഇപ്പൊ മണ്ഡലം പ്രസിഡന്റ് അല്ല, വാർഡ് കമ്മിറ്റിയിലാണ് ഞങ്ങൾ നട്ടല്ലേ. വാർഡ് കമ്മിറ്റി കൂടിയിട്ട് ആ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആ വാർഡിലെ മെമ്പർമാർ പറയുന്ന അഭിപ്രായം സ്വരൂപിച്ചിട്ട് അതിൽ കിട്ടുന്ന ഭൂരിപക്ഷ അഭിപ്രായത്തിന് ഒപ്പം നിൽക്കാനേ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കഴിയുള്ളൂ. ആ 8ാം വാർഡിൽ ഞങ്ങൾക്കത് പുറത്തു വിടാൻ കഴിയുന്ന കാര്യം പറഞ്ഞാൽ 25 ആളുകൾ മെമ്പർമാരാണ് ഞങ്ങൾ പങ്കെടുത്തത്. 25 ആളുകൾ, അതിൽ 4 പേരാണ് ഈ പറഞ്ഞ ആളെ പേര് പറഞ്ഞത്. ബാക്കി ഒരാൾ പറഞ്ഞു പാർട്ടി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു, ഒരു വ്യക്തി മാത്രം. 20 ആളുകൾ പറഞ്ഞത് KM ഇസ്ഹാഖ് വേണം ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ ആ പറയുന്ന 20 ആളുകൾ കൂടെ നിൽക്കണോ, 20 ടോട്ടൽ 25 ആളാണ്, അതിൽ 20 ആളാണ് KM ഇസ്ഹാഖിനെ പറഞ്ഞത്. 4 ആളാണ് ആ ആളുടെ പേര് പറഞ്ഞത്. ഒരാൾ പാർട്ടിക്കൊപ്പം നിൽക്കും. ഞാൻ ആരൊപ്പം നിൽക്കണോ? എനിക്ക് എന്റെ പാർട്ടി നിർദ്ദേശിച്ച DCC KPCC നിർദ്ദേശിച്ച സർക്കുലർ വെച്ചിട്ടാണ് ഞാൻ വാർഡ് കമ്മിറ്റി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ ആ ഒരു ഇതിലാണ് KM ഇസ്ഹാഖിനെ അവിടെ DCC കാര്യം ചർച്ച എനിക്ക് പരാതി തന്നിരുന്നു, ആ വ്യക്തി തന്നിരുന്നു, അയാളെ പരിഗണന. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഓഫീസിലേക്ക് വിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറയുന്ന ഈ ആളുകൾ നമുക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 ആളുകൾ ഒപ്പം നമുക്ക് സംസാരിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാതെ ആ വാർഡ് കമ്മിറ്റിയെ തള്ളിക്കൊണ്ട് ഒരു മണ്ഡലം പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് അവിടുത്തെ സ്ഥിതി കാര്യം. പിന്നെ UDF നേതാക്കളും സ്ഥാനാർത്ഥികളുമായ KK അസീസ്, KM ഇസ്ഹാഖ്, PP വിനോദ്കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P അക്ബർ അലി, T ഹരിശങ്കർ, ഇക്ബാൽ ദുറാനി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മണ്ണാർക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12 വാർഡുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഘടകകക്ഷിയായ RSP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ മത്സരിക്കും. മണ്ണാർക്കാട് മികച്ച വിജയം നേടുമെന്ന് നേതാക്കൾ. ആകെയുള്ള 30 വാർഡുകളിൽ 12 എണ്ണത്തിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. വടക്ക് മണ്ണവാർഡിനു വേണ്ടി RSP നിർബന്ധം പിടിച്ചെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല. കഴിഞ്ഞ തവണ അരയങ്കോട് മത്സരിച്ച RSP ദയനീയ പരാജയം ഏറ്റുവാങ്ങിയവരാണെന്നും വടക്കുമണ്ണം വാർഡ് കോൺഗ്രസ് വിട്ടു നൽകില്ലെന്നും ശഠിച്ചു. ഇതോടെ വടക്കുമണ്ണ് RSP ഒറ്റയ്ക്ക് പോരിനിറങ്ങും. 12 വാർഡുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കഴിഞ്ഞ തവണ 3 ജയിക്കാനായത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വാർഡ് 6 ഉഭയമാർഗം K പ്രസീത, 7 അരക്കുറിശി സായി രാജൻ, 8 വടക്കേക്കര രാജലക്ഷ്മി, 9 തെന്നാരി AK രാധാകൃഷ്ണൻ, 10 അരയങ്കോട് തങ്കം മുരളി, 11 വടക്കുമണ്ണം കുളമ്പൻ ജലീൽ, 12 നടമാളിക സീന ശശി, 13 ആണ്ടിപ്പാടം P ഷിഫാന, 15 ആൽത്തറ K ബാലകൃഷ്ണൻ,
16 തോരാപുരം സതീശൻ താഴത്തേതിൽ, 17 വിനായക നഗർ അരുൺകുമാർ പാലക്കുറിശി, 28 കാഞ്ഞിരം VK ഉണ്ണിക്കമ്മു എന്നിവർ മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ നമുക്കത് വർദ്ധിപ്പിക്കണം. നമ്മുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം. 12 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ 12 ജയിക്കുന്ന രീതിക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലും അതിശക്തമായ പ്രശ്നം വിഭാഗീയതയുണ്ട് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയാം. പല വാർഡിലും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യം അവരിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കണം. സ്ഥാനാർത്ഥികൾ കൃത്യമായ രാഷ്ട്രീയം പറയാതെ നമ്മളെ വികസന കാഴ്ചപ്പാട് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ച മിഷൻ ഞങ്ങളിവിടെ പൂർത്തീകരിക്കും എന്ന ഒരു ഉറപ്പ് ഇവിടുത്തെ പൗരന്മാർക്ക്, ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാ പ്രശ്നങ്ങളിലേക്കും വളരെ കൃത്യമായി തന്നെ മണ്ണാർക്കാട് ബ്ലോക്കിലെ ഒരു സീറ്റിലും, ഒരു പഞ്ചായത്തിലെ സീറ്റിലും നമ്മൾ ഒരൊറ്റ പേര് മാത്രം കൊടുത്തിട്ട് ആ ലിസ്റ്റ് അംഗീകരിച്ച് വന്നിരിക്കുകയാണ്. ഒരു കാലത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു. BV ഷൗക്കത്ത് അലി, K ബാലകൃഷ്ണൻ, സക്കീർ തയ്യിൽ, P ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. 28 വാർഡുകളിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സര രംഗത്തുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലെ 39 വാർഡുകളിൽ 28 വാർഡുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരം രംഗത്തുള്ളത്. UDF ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് 4 വാർഡുകളിലും കേരള കോൺഗ്രസ് 1 വാർഡിലും മത്സരിക്കുന്നുണ്ട്. കൂടാതെ CPM വിമതഭാഗമായ സ്വതന്ത്ര മുന്നണി 4 വാർഡുകളിലും 2 സ്വതന്ത്രരെയും പിന്തുണയ്ക്കുന്നുണ്ട്. വാർഡ് 2 വരോഡിൽ മുഹമ്മദ് അലി, 3 ചേരിക്കുന്നിൽ PC ജെസി ആന്റണി, 4 തോട്ടക്കര PR രഞ്ജിനി, 8 പാലാട്ട് റോഡ് ശൈലജ, 12 കിഴക്കേക്കാട് AN സൽമത്ത്, 14 GGB സ്കൂൾ നാരായണൻ, 15 പാലപ്പുറം തെരുവ് KP ഉണ്ണികൃഷ്ണൻ, 16 അഴീക്കലപ്പറമ്പ് ജൈന, 17 ചിനക്കത്തൂർക്കാവ് TM ഷഹന, 18 ആപ്പേപ്പുറം ശങ്കരനാരായണൻ, 19 പല്ലാർമംഗലം സുചിത്ര, 20 പെരുങ്കുളം TK സജിത, 21 വില്ലഞ്ചിറ ശാന്ത, 22 വനിതാ വ്യവസായ കേന്ദ്രം മായ ടീച്ചർ, 23 കേന്ദ്രീയ വിദ്യാലയം KK ഉണ്ണികൃഷ്ണൻ, 24 എറക്കോട്ടിരി നിർമ്മല, 25 മീറ്റ്ന NK ജയരാജൻ, 26 പോസ്റ്റൽ ക്വാർട്ടേഴ്സ് MD ശൈലജ, 28 റെയിൽവേ സ്റ്റേഷൻ സജീഷ്, 29 കണ്ണിയംപുറം തെരുവ് R സിന്ധു, 31 കണ്ണിയംപുറം വായനശാല ദിലീപ്, 32 തെന്നടി ബസാർ ജഗദീഷ് ശങ്കർ, 33 തോട്ടക്കര പോസ്റ്റ് ഓഫീസ് അഭിറാം, 34 കുമ്മാംപാറ മോഹനദാസൻ, 37 പനമണ്ണ സൗത്ത് KV പാർവതി, 38 വീട്ടാംപാറ V ഷാജി എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. മുന്നണികൾ ഒന്നിച്ച് ഐക്യത്തോടെ പ്രവർത്തിച്ച് നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK രാജൻ പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ യാതൊന്നും ഇല്ലാതെ മുന്നണി സംവിധാനം ആദ്യമേ ഞങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുകയും എല്ലാ തരത്തിലുമുള്ള ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ മുന്നണിയുടെ ഘടകകക്ഷികളാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും എവിടെയും ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പടലപ്പിടക്കങ്ങളോ ഒന്നുമില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഐക്യം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒറ്റപ്പാലം നഗരസഭയിൽ UDFൻ്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര മുന്നണിയും സ്വതന്ത്രന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും മൂലം മണ്ഡലം കമ്മിറ്റിയുടെ പൂർണ്ണ ചുമതല തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി N വിജയകുമാറിന് കൈമാറിയതായും അറിയിച്ചു. ഏഴാം വാർഡിൽ സസ്പെൻസ് നിലനിർത്തി കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഇടതുമുന്നണി 20 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 7ാം വാർഡായ മൈലങ്കോടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലത്തിന് ശേഷമാണ് കുമരമ്പത്തൂരിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുന്നത്. CPIയും CPMും ഇത്തവണ ഐക്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യോജിപ്പിന് വിലങ്ങുതടികൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് പാഠം പഠിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും ഉദ്ഘാടനം ചെയ്ത CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് പറഞ്ഞു. ആ ഭിന്നിപ്പിനൊന്നും ഇട നൽകാതെ ഒരൊറ്റ ശബ്ദത്തോടുകൂടി കുമരമ്പത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, ഡിസംബർ മാസം 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ
കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരം കൈവരും. കുമരംപുത്തൂർ പഞ്ചായത്തിൽ 1-ാം വാർഡ് നെച്ചുള്ളി കാതർകുത്തനയിൽ, 2 മൈലാമ്പാടം വനജ, 3 വെള്ളപ്പാടം ഷീബ പള്ളിയാലിൽ, 4 പയ്യനടം എ കുമാരൻ, 5 എടേരം മുഹമ്മദ് റാഫി മൈലങ്കോട്ടിൽ, 6 അക്കിപ്പാടം സ്മിത, 8 ചുങ്കം മുഹമ്മദ് ഷമീർ ടി.കെ, 9 വടക്കേമഠം മിനി, 10 ചക്കരക്കുളമ്പ് രജനി, 11 പറമ്പുള്ളി വിനീത, 12 ചങ്ങലേരി ജയമുകുന്ദൻ, 13 മോദിക്കൽ റജീന, 14 ഞെട്ടരക്കടവ് സത്യപ്രകാശ്, 15 വേണ്ടാങ്കുറിശി ഫാത്തിമത്ത് തസ്നി, 16 കുളപ്പാടം സുരേഷ് കുമാർ, 17 അരിയൂർ ഷിജി ആഴ്വാഞ്ചേരി, 18 പുന്നപ്പാടം അസ്മ ആമ്പാടത്ത്, 19 സൗത്ത് പുള്ളിക്കുന്ന് കുമാരൻ വാളിയാടി, 20 കുന്നത്തുള്ളി ജംഷീർ ഉസ്മാൻ, 21 പുത്തല്ലം ദീപ കോട്ടാശ്ശേരി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ്, പ്രശോഭ്, N മണികണ്ഠൻ, രവി എടേരം, ശ്രീരാജ് വെള്ളപ്പാടം, ഇസാർ ഹബീബുള്ള എന്നിവർ പ്രസംഗിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്തിൽ 20 വാർഡുകളിലേക്ക് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് പരിഗണിക്കാതിരുന്ന ലീഗ് നേതാവിന് എടരം വാർഡ് നൽകാൻ തയ്യാറായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവെച്ച് കോൺഗ്രസ്. വടക്കേമഠം വാർഡിൽ സേവ് CPIയുടെ സ്ഥാനാർത്ഥി. വെള്ളപ്പാടത്ത് ലീഗിന് വിമത സ്ഥാനാർത്ഥി. കുമരംപുത്തൂരിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചേരിപ്പോരിന്റെ നിഴലിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ആകെയുള്ള 21 വാർഡുകളിൽ 11 വാർഡുകളിൽ ലീഗും 9 വാർഡുകളിൽ കോൺഗ്രസും 1 വാർഡിൽ CMPയുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് നൽകിയ എടേരം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗിന്റെ പഞ്ചായത്ത് നേതൃത്വം അവഗണിച്ച ലീഗ് നേതാവ് മുസ്തഫ ഫറൂഖിന് വേണ്ടിയാണ് കോൺഗ്രസ് എടേരം വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവെച്ചത്. CPM CPI പാർട്ടികൾക്ക് ആധിപത്യമുള്ള പയ്യനടം, എടേരം, അക്കിപ്പാട് മേഖലയിൽ UDFന് വേരോട്ടമുണ്ടാക്കിയ മുസ്തഫ ഫറൂഖിനെ മാറ്റി നിർത്തിയാൽ ഈ മേഖലയിൽ UDFന് തിരിച്ചടി ഉണ്ടാകുമെന്നും തങ്ങളുടെ സീറ്റ് മുസ്തഫയ്ക്ക് നൽകാൻ തയ്യാറാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. 1.5 പതിറ്റാണ്ടായി പഞ്ചായത്ത് ഭരണം UDFന് ലഭ്യമാക്കിയതിൽ പയ്യനടം മേഖലയിൽ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള UDF വിജയം നിർണായകമായിരുന്നു. ലീഗും കോൺഗ്രസും നേർക്കുനേരെ മത്സരിച്ച 2015 തിരഞ്ഞെടുപ്പിൽ 1 സീറ്റിന്റെ ബലത്തിലാണ് UDF ഭരണം പിടിച്ചത്. അന്നും പയ്യനടം മേഖലയിലെ വിജയമാണ് ഭരണം പിടിക്കാൻ UDFന് സഹായകമായത്. പഞ്ചായത്ത് ഭരണം കൈവിട്ടുപോകാതിരിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ്. അതേസമയം വെള്ളപ്പാടം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗിലെ KP ഇല്യാസ് സ്വതന്ത്രനായി രംഗത്തെത്തി. വാർഡിലുള്ളവരുടെ നിർദ്ദേശം പരിഗണിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇല്യാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. വടക്കേമഠം വാർഡിൽ UDF പിന്തുണയോടെ സേവ് CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. മറ്റ് വാർഡുകളിൽ സേവ് CPI UDFനെ പിന്തുണയ്ക്കും. LDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ട അനങ്ങനടി പഞ്ചായത്തിൽ CPI ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. പാർട്ടിക്ക് സ്വാധീനമുള്ള 2 വാർഡുകളിൽ മത്സരിക്കാനാണ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. വാർഡ് 5 പനമണ്ണ, റേഷൻ കട, വാർഡ് 8 അമ്പലവട്ടം എന്നിവ വിട്ടുകിട്ടണമെന്നായിരുന്നു CPIയുടെ ആവശ്യം. വാർഡ് 10 പത്തംകുളം നൽകാനായിരുന്നു LDFിൽ CPM നിലപാട്. ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് CPI സ്വീകരിച്ചതോടെ ചർച്ച വഴിമുട്ടി. അനുനയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ CPI മത്സരം പ്രഖ്യാപിച്ചു. പാർട്ടി ആവശ്യപ്പെട്ട വാർഡുകളിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് കരുത്തു തെളിയിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അനങ്ങനടിയിൽ സീറ്റ് വിഭജന ചർച്ച പരാജയപ്പെട്ട് CPI സ്വന്തം നിലയിൽ മത്സരിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 4 വാർഡുകളിലാണ് ലീഗ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. 9-ാം വാർഡിൽ ഫാറൂഖ്, 10-ാം വാർഡിൽ ഫൗസിയ, 11-ാം വാർഡിൽ ഫായിസ്, 27-ാം വാർഡിൽ PMA ജലീൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മന്ത്രി MP രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു LDF മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. 29 ഡിവിഷനിലെ 4 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷരായിരുന്ന MP വിജയകുമാർ, P ആനന്ദവല്ലി, PK കവിത, കൗൺസിലർ K മോഹൻ എന്നിവർ വീണ്ടും മത്സരരംഗത്തുണ്ട്. കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. മന്ത്രി MP രാജേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പണ്ടൊരു BJPയുടെ നേതാവ്, ചെറിയ നേതാവല്ല വലിയ നേതാവാണ് പറഞ്ഞത്, പ്രകടന പത്രികയിൽ എന്തെല്ലാം പറയും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കും എന്ന് ചോദിച്ചത്.
അദ്ദേഹം പിന്നീട് ഗവർണറൊക്കെ ആയിട്ടുള്ള ആളാണ്. എന്നാൽ പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യവും ചെയ്യാനുള്ളതാണ് എന്നും അത് ചെയ്യുന്നതിൻ്റെ പുരോഗതി അപ്പോൾ ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് എന്നും സ്വയമാ ചുമതല ഏറ്റെടുത്ത ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. നിങ്ങൾ നോക്കിക്കോളൂ, ഏത് വാക്കാണ് പാലിക്കാത്തത്? ക്ഷേമ പെൻഷന്റെ കാര്യം എടുക്കുക. ക്ഷേമ പെൻഷൻ എന്നൊരാശയം തന്നെ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ച് നടപ്പാക്കിയത് LDF ഗവൺമെന്റാണ്. കർഷക തൊഴിലാളി പെൻഷൻ 80-ൽ നായനാരുടെ ഗവൺമെന്റാണ് ആദ്യം കൊണ്ടുവന്നത്. തൊഴിലില്ലായ്മ വേതനം ആണ് കൊണ്ടുവന്നത്. കേരളത്തിലെ വലതുപക്ഷം ഒന്നടങ്കം, വലതുപക്ഷം എന്ന് പറഞ്ഞാൽ UDF, BJP മാത്രമല്ല, മലയാള മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. എന്താ പറഞ്ഞതെന്നറിയോ? ആളുകളെ മടിയന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് പണം കൊടുക്കുക, പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിക്ക് പെൻഷൻ വാങ്ങാണത്രേ. ഇതായിരുന്നു പുച്ഛം, പരിഹാസം, പാഴ്ചെലവാണ്, ദുർവ്യയമാണ് എന്നെല്ലാം പ്രചരിപ്പിച്ചവരാണ്. AV അബു അധ്യക്ഷനായി. മുഹമ്മദ് മുഹസിൻ MLA, LDF നേതാക്കളായ TK നാരായണദാസ്, NP വിനയകുമാർ, T ഗോപാലകൃഷ്ണൻ, AV സുരേഷ്, ED ശ്രീജ, O ലക്ഷ്മിക്കുട്ടി, പ്രൊഫസർ CP ചിത്ര, K ഗോപാലകൃഷ്ണൻ, MP മുഹമ്മദ് ഷാഫി, KP അജയൻ എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ മുതലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയത്. 16 ഡിവിഷനിലെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർ ജ്യോതി പത്രിക ഏറ്റുവാങ്ങി. LDF നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, TK നാരായണദാസ് ഉൾപ്പെടെയുള്ളവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പരിചയസമ്പന്നരും യുവാക്കളും അടങ്ങുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നതെന്ന് CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇന്ന് നോമിനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഞങ്ങളെ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലാത്ത തരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 22 വയസ്സ് മാത്രം ഉള്ള PG വിദ്യാർത്ഥിയായ, അതുപോലെ തന്നെ സുവർണ അഭയം അവാർഡ് നേടിയ സുവർണ മത്സരിക്കുന്നുണ്ട്. അതിന് പുറമെ 4 വിദ്യാർത്ഥി യുവജന നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. മറ്റ് ബിരുദധാരികൾ പലരും മത്സരിക്കുന്നുണ്ട്. പകുതിയിലേറെ 60% യുവ നിരയാണ് അണിനിർത്തിയിട്ടുള്ളത്. നല്ല സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ടുള്ളത് എന്നാണ് വിശ്വാസം. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, മുൻ മുതതല പഞ്ചായത്ത് പ്രസിഡന്റ് M ശങ്കരൻകുട്ടി, വിളയൂർ പഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുഴി ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തുണ്ട്. LDF ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. M സൈദാലി അധ്യക്ഷനായി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ്, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് P മൊയ്തീൻകുട്ടി, CPM ഏരിയ സെക്രട്ടറി K ജയദേവൻ, CPI മണ്ഡലം സെക്രട്ടറി K വേണുഗോപാലൻ, LDF നേതാക്കളായ B രാജേഷ്, MC വാസുദേവൻ, MK ദേവി, C രാജിക, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി AK ഷീലാദേവി തുടങ്ങിയവർ സംസാരിച്ചു. BJP അനങ്ങനടി പഞ്ചായത്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി കൺവെൻഷൻ BJP ജില്ലാ സെക്രട്ടറി N മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KM പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. K സജീവ്, KP അയ്യപ്പൻ, K നാരായണൻകുട്ടി, K രവീന്ദ്രൻ, K സ്മിത, P രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 13 വാർഡിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ LDFന്റെ വികസന സന്ദേശ കാൽനട ജാഥ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ജാഥ നടന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ LDF സംഘടിപ്പിച്ച വികസന സന്ദേശ കാൽനട ജാഥ 28 കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി ജാഥ ക്യാപ്റ്റനും സ്ഥിരം സമിതി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ വൈസ് ക്യാപ്റ്റനും വൈസ് ചെയർപേഴ്സൺ A നസീറ മാനേജറുമായ കാൽനട ജാഥ 3 ദിവസങ്ങളിലാണ് നഗരസഭയിലുടനീളം പര്യടനം നടത്തിയത്. പൊന്നിയാക്കുറിശ്ശിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ V ശശികുമാറാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. നോർത്ത് ലോക്കലിലെ നാരങ്ങാക്കുണ്ടിൽ ജാഥ സമാപിച്ചു. സമാപന പൊതുയോഗം CPM ഏരിയ സെക്രട്ടറി E രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ C ദിവാകരൻ, അഡ്വക്കേറ്റ് CH ആഷിഖ്, K ബദറുന്നീസ, K സുബ്രഹ്മണ്യൻ, M ഷാഹിദ്, CP രാമദാസ്, M രാധാകൃഷ്ണൻ, P അലവി, TK ജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പളശ്ശേരി അയ്യപ്പൻ കാവിൽ ആയിരക്കണക്കിന് ഭക്തർ ദർശനത്തിനും മാലയിടാനുമായി എത്തി. ഭക്തർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. ശരണമന്ത്രധ്വനികളാൽ മണ്ഡലകാല വ്രതാരംഭത്തിന് തുടക്കമായി. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെർപ്പളശ്ശേരി അയ്യപ്പൻ കാവിൽ രാവിലെ ദർശനത്തിനും മാലയിടാനും ശാസ്താവിനെ തൊഴാനുമായി ആയിരക്കണക്കിന് ഭക്തർ എത്തി. ക്ഷേത്രതന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും ആരംഭിച്ചു. മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്കും തുടക്കമായി. 41 ദിവസം വിശേഷാൽ കളഭാഭിഷേകവും വിശേഷാൽ ചുറ്റുവിളക്ക്, വിശേഷാൽ തീയാട്ട് എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും. അയ്യപ്പ ഭക്തർക്ക് മാല ഇടുന്നതിനും കെട്ടുനിറയ്ക്കുന്നതിനും വിപുലമായ സൗകര്യം ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല യാത്രയിൽ തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളം കൂടിയായാണ് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് അറിയപ്പെടുന്നത്. വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ പാതാക്കര മനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. താലപ്പൊലി കൊട്ടിപ്പുറപ്പാടും വേലകളുടെ വരവും എഴുന്നള്ളിപ്പും നിറക്കാഴ്ചയായി. തുലാമാസം 1 പാട്ട് കൂറയിട്ടതോടെ തുടങ്ങിയതാണ് പാതാക്കര മനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷ ചടങ്ങുകൾ. തുലാം 30 എഴുന്നള്ളിപ്പും കളമ്പാട്ടും കഴിഞ്ഞ് കൂറ വലിച്ചതോടെ താലപ്പൊലി സമാപിച്ചു. പാതാക്കര മനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തോടെയാണ് വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും തുടക്കമാവുന്നത്. തുലാം 30 പാതാക്കര മനക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കൂറ വലിക്കുമ്പോൾ വൃശ്ചികം 1 തന്നെ അങ്ങാടിപ്പുറം തിരുമാധാകുന്നിൽ പാട്ട് കൂറയിടും. കൃത്യം 6 മാസം കഴിഞ്ഞാൽ അങ്ങാടിപ്പുറം തിരുമാധാകുന്നിൽ പൂരമായിരിക്കും. പാതയിൽ തുടങ്ങി മുളയിൽ അവസാനിക്കുമെന്ന് പറഞ്ഞു പോരുന്നു. വള്ളുവനാട്ടിലെ ഉത്സവങ്ങൾ പാതാക്കരയിൽ തുടങ്ങി മുളയങ്കാവിൽ അവസാനിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. വള്ളുവനാട്ടിലെ താലിപ്പൊലികളില് തുടക്കം ഇവിടെ പാതാക്കര മനയിലാണ്. പാത മുതൽ മുള വരെ എന്നാണ് സാധാരണ പറയാറുള്ളത്. പാതാക്കര താലിപ്പൊലി തുടങ്ങി മുളയങ്കാവിലെ താലിപ്പൊലിയിലാണ് അവസാനിക്കുക. ഇവിടെ കൂറ വലിച്ചു കഴിഞ്ഞ പിറ്റേ ദിവസം തിരുമാന്താംകുന്നില് പാട്ട് തുടങ്ങും. അതായത് 6 മാസം തിരുമാന്താംകുന്നിലെ പാട്ടില് 5 മാസം തിരുമാന്താംകുന്നിലെ പാട്ട് ആണെങ്കിൽ ഇവിടെ പാതാക്കര മനയിലാണ് 1 മാസം പാട്ട് നടക്കുന്നത്. പിന്നെ കോവിഡിന് ശേഷം 6-7 വർഷത്തിന് ശേഷമാണ് ഈ താലിപ്പൊലി കേമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് മനക്കിലെ ആളുകളും നാട്ടുകാരും വളരെ ആവേശത്തിലാണ് ഈ താലിപ്പൊലി. വേലകളുണ്ട്. 4 വേലകൾ ഒരുമിച്ച് സംഗമിക്കുന്ന ഈ മഹാ ഉത്സവം നാട്ടുകാരുടെയും എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ട് വളരെ നന്നായിട്ട് കൊണ്ടാടുകയാണ്. ദേശവേലകളുടെ വരവും കുട്ടിപ്പുറപ്പാടും എഴുന്നള്ളിപ്പുമാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ. ഗജവീരന്മാരുടെയും നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കിഴക്കൻ വേലയും പടിഞ്ഞാറൻ വേലയും തെക്കൻ വേലയും പുണ്യാകുർശി വേലയും മനക്കപ്പറമ്പിൽ സംഗമിച്ചു. കോവിഡിന് മുമ്പ് 2019 അവസാനമായി പാതാക്കര താലപ്പൊലി നടന്നത്. 6 വർഷം മുടങ്ങിക്കിടന്ന താലപ്പൊലി ഈ വർഷം ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗംഭീരമായി കൊണ്ടാടി. 4 ദേശങ്ങളിലുള്ള വേലകൾ വന്നിട്ട് ഉത്സവം ഭയങ്കര അതിഗംഭീരമായി. പിന്നെ ഭഗവതിയുടെ പ്രകാശം കൊണ്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമായി മഴയ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭഗവതിയോട് സന്തോഷത്തിലാണ് നമുക്ക് ഉത്സവം ഭയങ്കര അതിഗംഭീരമായ അവസ്ഥ. കല്ലൂർ ഉണ്ണികൃഷ്ണനും കല്ലുവഴി പ്രകാശനും നയിച്ച 60ഓളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന പാണ്ടി പാഞ്ചാരി മേളം പൂരപ്രേമികൾക്ക് ആസ്വാദന ലയം പകർന്നു.
പാലുള്ളി കിഷോർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. താലപ്പൊലി എഴുന്നള്ളിച്ച് അരിയേറും കഴിഞ്ഞ് കളമ്പാട്ടോടെ ഉത്സവത്തിന് സമാപനമായി. വള്ളുവനാട്ടിലെ ആദ്യ ഉത്സവം കാണാൻ നിരവധി ഭക്തരാണ് പാതാക്കരാമനയ്ക്കലെത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ആധുനിക സൗകര്യങ്ങളുമായി ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് ഉമ്മനഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ പ്രേംകുമാർ MLA ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തോടു കൂടിയാണ് ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് ഉമ്മനഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA ഭദ്രദീപം കൊളുത്തി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. അത് ഈ നാടിന്, സമൂഹത്തിന് ഏറ്റവും മികച്ച സേവനം നൽകുന്ന ഒരു നല്ല കേന്ദ്രമായി മാറട്ടെ. അമൃതയുടെയും രേഷ്മയുടെയും ഈ സംരംഭം സ്വാഭാവികമായും നമ്മുടെ നാടിനും സമൂഹത്തിനും വിജയകരമായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ അമൃത VR, ഡോക്ടർ രേഷ്മ PN എന്നിവരും മറ്റ് വിശിഷ്ട വ്യക്തികളും അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളാണ് ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ഉള്ളത്. റൂട്ട് കനാൽ ചികിത്സയിലൂടെ പല്ലുകളെ വേദനാരഹിതമാക്കി സംരക്ഷിച്ചു നിർത്തുന്നു. ഉറപ്പിച്ചു വയ്ക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമായ കൃത്രിമ പല്ലുകൾ വച്ചു നൽകുന്നു. കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു നിർത്തുന്നു. തിങ്ങിയതും നിരതെറ്റിയതുമായ പല്ലുകൾ കമ്പിയിട്ട് ഫിക്സഡ് ഓർത്തോഡോണ്ടിക്സ് ചികിത്സയും, കമ്പിയില്ലാതെ നേരെയാക്കുന്ന ക്ലിയർ അലൈനർ ചികിത്സയും, കുട്ടികളുടെ ദന്തസംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സ, മോണരോഗങ്ങളെയും പല്ലുകളിലെ മാലിന്യങ്ങളെയും തടയുന്നു. പല്ലുകളിലെ വിടവുകൾ മാറ്റി സുന്ദരമാക്കുന്ന സ്മൈൽ ഡിസൈനിങ് ചികിത്സ, നിറം മങ്ങിയ പല്ലുകളെ വെളുപ്പിക്കുന്ന ചികിത്സ തുടങ്ങിയവയെല്ലാം ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണ്. നമുക്കറിയാം, പണ്ടൊക്കെ സാധാരണയായിട്ട് ഡെന്റിസ്റ്റിനെ പേഷ്യൻസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പല്ലുവേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ആൾക്കാർക്ക് കൂടുതലായിട്ട് കോസ്മെറ്റിക് കൺസേൺസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലിനിക്കിൽ മോഡേൺ ആയിട്ടുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഡെന്റൽ അലൈനേഴ്സ്, വെനിയേഴ്സ്, സ്മൈൽ ഡിസൈനിങ് എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. ഞായറാഴ്ചകളിലും എല്ലാ ഒഴിവു ദിവസങ്ങളിലും നമ്മുടെ ക്ലിനിക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. എല്ലാവരെയും ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പരിശോധനാ സമയം. ഇനി ചിരിക്കാൻ എന്തിന് മടിക്കണം? ട്രൂഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് ഉള്ളപ്പോൾ. അത്യാധുനിക സൗകര്യങ്ങളോടെ വനിതകൾക്ക് മാത്രമായി ഓറ ഫിറ്റ്നസ് സ്റ്റുഡിയോ മണ്ണാർക്കാട് ആര്യമ്പാവിൽ പ്രവർത്തനം ആരംഭിച്ചു. വനിതകൾക്ക് മാത്രമായി വിപുലമായ സൗകര്യങ്ങളുള്ള പാലക്കാട് ജില്ലയിലെ ആദ്യ ഫിറ്റ്നസ് സെന്ററാണ് ഓറ. വനിതകൾക്ക് മാത്രമായി വനിതകളാൽ സ്ഥാപിതമായ ഓറ ഫിറ്റ്നസ് സ്റ്റുഡിയോ ആര്യമ്പാവിൻ്റെ ഹൃദയഭാഗത്ത് സിറ്റി പ്ലാസയിൽ മികച്ച വനിതാ ട്രെയിനറുടെ സേവനം ലഭ്യമാക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
സ്ത്രീകൾക്ക് സുരക്ഷിതമായി വർക്കൗട്ട് ചെയ്യാനായി ഡോർ പഞ്ചിങ് സിസ്റ്റവും ഒരുക്കിയിട്ടുണ്ട്. പേഴ്സണൽ ട്രെയിനിങ്, സ്ട്രെങ്തനിങ് വർക്കൗട്ട്, വർക്കൗട്ട് ഫോർ വെയ്റ്റ് ഗെയിൻ, വർക്കൗട്ട് ഫോർ വെയ്റ്റ് ലോസ്, വർക്കൗട്ട് ഫോർ PCOD, PCOS, കാർഡിയോ വർക്കൗട്ട്, കൂടാതെ ഏറെ പ്രചാരത്തിലുള്ള എയറോബിക്സ്, സൂംബ, യോഗ, ഡയറ്റ് ഗൈഡൻസ്, സ്റ്റീം ബാത്ത് തുടങ്ങിയ സർവീസുകൾ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഓരോ ക്ലയൻറ്റിനും ലഭ്യമാക്കാൻ ഓറ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കൂടാതെ സ്ത്രീകൾക്കായി സ്ട്രെസ് ഫ്രീ ഓറിയന്റഡ് പ്രോഗ്രാം ഓറയുടെ മാത്രം പ്രത്യേകതയാണ്. പല പ്രായത്തിലുള്ളവരെ കാറ്റഗറി തിരിച്ച് പ്രത്യേകം ട്രെയിനിങ് നൽകുമെന്ന് മാനേജിംഗ് പാർട്ട്ണർമാരായ ഷാനി, ആര്യ എന്നിവർ പറഞ്ഞു. സ്ത്രീകൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. ലേഡീസിന് ആവശ്യമായിട്ടുള്ള മെൻ്റൽ റിലീഫാണ് നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സ്ട്രെസ് റിലീഫിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സർട്ടിഫൈഡ് ട്രെയിനേഴ്സാണ്. അപ്പോൾ മെഷീൻസ് ആണെങ്കിലും ഫുൾ സെറ്റിലായിട്ടാണ്. കാർഡിയോ ഫുൾ ഇമ്പോർട്ടഡ് ആണ്. സ്റ്റീം ബാത്ത് സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ജിം ടൈം മോർണിംഗ് 6 to 11 o'clock, ഈവനിങ് 3 to 8. വർക്കിംഗ് വിമൻസിന് വന്നിട്ടുണ്ടെങ്കിൽ റിഫ്രഷായി പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബാത്ത് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വന്ന് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് പോവാം. വിശാലമായ ഡ്രസ്സിംഗ് റൂമും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്കർ സൗകര്യമുണ്ട്. വർക്കിംഗ് വുമൻസിന് നമുക്ക് റിഫ്രഷ് ആയിട്ട് പോകാനും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 8 മണി വരെയുമാണ് വർക്കൗട്ട് സമയം. ഉദ്യോഗസ്ഥരായ വനിതകൾക്ക് വർക്കൗട്ടിന് ശേഷം ജോലിക്ക് പോകുന്നതിനായി വിശാലമായ ഡ്രസ്സിംഗ് റൂം, ബാത്റൂമുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഓറയിൽ ഒരുക്കിയിട്ടുണ്ട്. ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയും കാണാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത സ്റ്റീം ബാത്ത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലേഡീസിന് കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ജിം ആയിട്ട് നമുക്ക് ഇതിനെ അംഗീകരിക്കുക. കാരണം ജെൻസ് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നല്ല ഫ്രീഡം ആയിരിക്കും. അതുപോലെ തന്നെ ആര്യംഭാവനെ ഒരു നല്ല ആരോഗ്യമുള്ള സ്ത്രീകളായി മാറട്ടെ, ബോഡി നല്ല ഹെൽത്ത് ആയി മാറട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇതുകൊണ്ട് വരുന്ന എല്ലാ മക്കൾക്കും ഒരു പ്രചോദനമായി മാറട്ടെ. അടിപൊളി സെറ്റപ്പാണ്. ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും വരണം. അടിപൊളിയാണ്. എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. സൂപ്പർ ആംബിയൻസ് ആണ്. അതെ അതെ. ഞായറാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മാനേജിംഗ് പാർട്ട്ണർമാരായ ആര്യ, ഷാനി എന്നിവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് നാടമുറിച്ച് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9744187786, 9544933351 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റു വാർത്തകൾ. പെരിന്തൽമണ്ണ പുലാമന്തോളിൽ നടന്ന കേരള സ്റ്റേറ്റ് മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ഓവറോൾ ചാമ്പ്യൻ.
പാലക്കാട് 2ാം സ്ഥാനവും കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. 150ഓളം താരങ്ങളെ മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് മിക്സ് ബോക്സിംഗ് അസോസിയേഷനും പുലാമാന്തോൾ VFC സ്പോർട്സ് അക്കാദമിയും സംയുക്തമായാണ് സംസ്ഥാന മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 14 ജില്ലകളിൽ നിന്നായി 500ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ചാമ്പ്യൻഷിപ്പിൽ 440 പോയിന്റുമായി മലപ്പുറം ഓവറോൾ ചാമ്പ്യന്മാരായി. 310 പോയിന്റോടെ പാലക്കാട് 2ാം സ്ഥാനവും 240 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനവും നേടി. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തുടങ്ങിയ മത്സരം തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അവസാനിച്ചത്. കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സബ് സീനിയർ, സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. സീനിയർ വിഭാഗത്തിൽ മലപ്പുറവും, സബ് സീനിയർ വിഭാഗത്തിൽ കോഴിക്കോടും ഇടുക്കിയും, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ പാലക്കാടും, കിഡ്സ് വിഭാഗത്തിൽ മലപ്പുറവും മെഡലുകൾ നേടി. ബെസ്റ്റ് ഫൈറ്റർമാരായി മലപ്പുറത്തിന്റെ ഫുവാദ്, പാലക്കാടിന്റെ സിനാൻ, ഇടുക്കിയുടെ ഡെവിൾ ജോൺ, തൃശൂരിന്റെ ശിവകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി 150ഓളം പേരെ ഡിസംബർ 26 മുതൽ മഹാരാഷ്ട്രയിലെ റോഹിയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്തതായി അസോസിയേഷൻ സെക്രട്ടറി MP സുബ്രഹ്മണ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കരുത്തു കാണിക്കാൻ CPMലെ PK ശശി അനുകൂല വിഭാഗം. മണ്ണാർക്കാട് നഗരസഭയിലും 4 പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഡിവിഷനുകളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബുധനാഴ്ച. ചെർപ്പശ്ശേരി നഗരസഭയിൽ കൂടുതൽ കരുത്തോടെ അധികാരത്തിലെത്തുമെന്ന UDF നേതാക്കൾ. UDF തുടങ്ങിവെച്ച വികസനമല്ലാതെ നഗരസഭയിൽ പുതുതായി ഒന്നും നടപ്പാക്കാൻ LDFനായില്ല. നഗരസഭാ ഭരണത്തിനെതിരെ CPMനുള്ളിൽ തന്നെ അസംതൃപ്തരെന്നും നേതാക്കൾ. മണ്ണാർക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഘടകകക്ഷിയായ RSP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരെ മത്സരിക്കും. ഒറ്റപ്പാലം നഗരസഭയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. പട്ടാമ്പി നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് LDF. 25 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അനങ്ങനടി പഞ്ചായത്തിൽ LDF സീറ്റ് വിഭജന ചർച്ചകൾ പരാജയം. CPI ഒറ്റയ്ക്ക് മത്സരിക്കും. സ്വാധീനമുള്ള 2 വാർഡുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.